മോനെ ഹൗസുൽ കൗസർ എന്ന് പറയുന്നത് മരിച്ചുപോയ റസൂലുള്ള അല്ലേ. പിന്നെ ഹൗസുൽ കൗസർ കുടിച്ചവർക്ക് ദാഹവും ഉണ്ടാവില്ല, വിശപ്പും ഉണ്ടാവില്ല, ഒന്നും വേണ്ട. ആ ഹൗസുൽ കൗസറാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നത് ഈ പരമാത്മാവായ അള്ളാഹു ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ലല്ലോ. അപ്പൊ ഞാനല്ല, ഈ പരമാത്മാവായ ഈശ്വരനാണ്, അള്ളാഹുവാണ് ഈ ശരീരത്തെ അവനെ വേണ്ടി സൃഷ്ടിച്ചതും ശ്വസനത്തിലൂടെ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ ബഷീറും സമീം അലി മുഹയ്യുൽ കയ്യുമായി നടന്ന് പ്രവർത്തിച്ച് പോരുന്നതും. ആ ഇവനെ അള്ളാഹു ഈശ്വരൻ ആദ്യ പ്രകാശത്തിൽ കൊണ്ടെത്തിച്ച് ജ്യോതിയിൽ, എന്നിട്ട് ജ്യോതിയിലൂടെ രൂപാന്തരപ്പെടുത്തി. അത് ഞാൻ പല ഭാഗത്തും വിശദീകരിക്കുന്നുണ്ട്, വീഡിയോ എടുത്ത് നോക്കിയാൽ കിട്ടും. അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ ഷോർട്ടായിട്ട് വരാം. ആ പ്രകാശം പ്രസരിച്ച് വികസിച്ച് അർദ്ധനാരീശ്വരനായ ശിവനും ഇലാഹുമായി ദൃശ്യമായി പ്രപഞ്ചം സകലമാണ്. ആ ശിവനും ഇലാഹുമായ ദൈവസ്വരൂപത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആദ്യ പ്രകാശം തന്നെ ബീജമായി വരികയും ആ ശിവന്റെ ഇലാഹിന്റെ സ്വരൂപത്തിൽ പുനർജനിക്കുകയും ചെയ്തു. മനുഷ്യ സ്വരൂപത്തിൽ നാരിയാൻ സ്ത്രീയും പുരുഷനുമായി ജനിച്ചു. തുടർന്ന് ബീജാന്തരങ്ങളിലൂടെ അനവധിയായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ശിവൻ പുനർജനിച്ച ശിവാവതാരം. ഭൂമിയിൽ നമ്മളൊക്കെ തന്നെയാണ് ശിവാവതാരം, നമ്മളാണ്. ആ ഇലാഹ് എന്ന് പറയുന്ന ഇല്ലാഹ് അന്നൂറ് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് റസൂലുള്ള ആയി വന്നവനാണ് ഞാൻ. അത് ഞാനല്ല, ആദ്യമായി ഈ സ്വരൂപമല്ല, ആദ്യ സ്വരൂപമായും തുടർന്ന് അതിലൂടെ ബീജാന്തരങ്ങളുടെ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ആ അന്ന മുഹമ്മദ് റസൂലുള്ളയാണ്. റസൂലുള്ള മരിച്ചു പോയിട്ടില്ല. ആ അന്ന മുഹമ്മദ് റസൂലുള്ള തന്നെയാണെന്ന് അള്ളാഹു ഈശ്വരൻ, ആ ശിവനും ആ കൃഷ്ണനും രാമനും ബുദ്ധനും എല്ലാവരും നാം ഓരോരുത്തരും തന്നെയാണെന്ന് യാഥാർത്ഥ്യം എന്നെ കൊണ്ടുപോയി അദൃശ്യതയിൽ കൊണ്ടുപോയി പരമാത്മാവാക്കി, എന്നിട്ട് ആ പ്രകാശമായി ജ്യോതിയായി അതിലൂടെ രൂപാന്തരപ്പെടുത്തി പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവും പൂണ്ട് അദൃശ്യനായ പരമാത്മാവായ ദൈവം അല്ലാഹു ഈശ്വരൻ ദൃശ്യമായി വന്നവനാണ് ഞാൻ. അങ്ങനെ ദൃശ്യമാക്കി കൊണ്ടുവന്നതാണ് പ്രപഞ്ചനാഥൻ. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് ഇങ്ങനെ കർശനമായി ലോക മനുഷ്യരോട് ശാസ്ത്രത്തോടും ശക്തമായി കാണിക്കുന്നതും പറയുന്നതും. എൻ്റെ കാഴ്ചയും അറിവും അനുഭവമാണ്. അത് ഞാൻ വായിച്ചെടുത്തതോ കേട്ട് ആരും പറഞ്ഞു കേട്ടതോ അല്ല മോനെ. അപ്പൊ ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് കാണിച്ചും അറിയാം. അതായത് അദൃശ്യനായ ദൈവമാണ് സകലവും മനുഷ്യനുമായി വന്നിരിക്കുന്നത്. ആ പരമാത്മാവായ ഈശ്വരനാണ്. എന്നിപ്പോ പറഞ്ഞല്ലോ എല്ലാം. എന്നെ മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു അറിവ് വേണ്ട, വേറൊരു ദാഹവും ഉണ്ടാവില്ല, വേറൊരു വിശപ്പും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പിന്നെ വേറൊരു അറിവിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ട ആ പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെട്ട് ശിവനും ഇലാഹുമായി ആ ശിവഗർഭമായ നാരിയാം ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജമായി വന്ന് പുനർജനിച്ചുള്ള ശിവനും ഇലാഹും ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയും നാം ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ദൈവത്തെ തിരഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ തന്നെയാണ്. അദൃശ്യതയിൽ നിന്ന് ഇതെല്ലാമായി ദൃശ്യമായി വന്നത് നിങ്ങൾ തന്നെയാണ്. അത് ഇവിടെ എല്ലാം ആദ്യം മുതൽ ബീജാന്തരങ്ങളുടെ രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നത് നാം തന്നെയാണ്. ആദ്യം അന്ത്യമില്ലാതെ നിലകൊള്ളുന്ന ആ യാഥാർത്ഥ്യമാണ് നാം ഇന്ന് 70 കൊല്ലം മുമ്പേ ജനിച്ചതല്ല. മുതൽ പ്രപഞ്ച സൃഷ്ടി മുതൽ രൂപാന്തരപ്പെട്ടിട്ട് അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മളൊന്നും ഇന്നും നെല്ല് ഉള്ളതല്ല.
എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കണ്ട് സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ച് അറിയിച്ച് ബോധ്യമാക്കി തന്നാൽ പിന്നെ നിങ്ങൾക്കൊരു ദാഹം ഉണ്ടാവില്ല, ഒരു വിശപ്പും ഉണ്ടാവില്ല അറിവിന്റെ കാര്യത്തിൽ. അതാണ് ഹൗദുൽ കൗസർ കുടിക്കാൻ. അതാണ് ഹൗദുൽ കൗസർ. അതാണ് റസൂലുള്ള ഹൗദുൽ കൗസർ കോരിക്കൊടുക്കുന്നു പറഞ്ഞത്. ആ ഹൗദുൽ കൗസറാണ് നിങ്ങൾക്ക് കോരിത്തരുന്നത് ഈ അന്ന മുഹമ്മദ് റസൂലുള്ള. അത് മരിച്ചു പോയിട്ടില്ല. എക്കാലവും അന്ന മുഹമ്മദ് റസൂൽ അള്ളാഹു ആണ്. അത് ജനിക്കൂല, മരിക്കൂല, എന്ന് എക്കാലവും നിലകൊള്ളുന്നു. അതാണ് ഫഅലമു അന്ന ഫീക റസൂലുള്ള, നിങ്ങളിൽ ഉണ്ട് റസൂൽ അല്ലാഹ്. ഓരോരുത്തരിലും അന്ന മുഹമ്മദ് റസൂലുള്ള നിങ്ങളിലുണ്ട്. ഫഅലമു അന്ന ഫീക റസൂലുള്ള, അള്ളാഹും റസൂലും നിങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് റസൂലുള്ള മരിച്ചു പോയി എന്ന് പറയാ? അപ്പോൾ അന്ധരായ ഈ ശരീരത്തിലെ പൊട്ടന്മാര് അവരുടെ ധാരണയും അനുസരിച്ച് അവർ പറയുന്ന അതിൻ്റെ പിന്നാലെ പോയിട്ട് അപകടപ്പെട്ടു പോകണ്ട. ഓക്കെ, അപ്പോൾ ഹൗദുൽ കൗസർ മനസ്സിലായ മോനെ?